പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തെക്കുറിച്ച് സംവിധായകനും ബിജെപി നേതാവുമായ മേജർ രവി ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്നത്തെ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റേണായിട്ടും സ്റ്റബേണായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഒരു പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്ന ഇതാണ്. പാകിസ്ഥാൻ ഇത്രയും കാലം ഇന്നിപ്പോ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ബട്ട് ദെൻ ഈ 79 മുന്നേ 65 വരയ്ക്കും 65 വരയ്ക്കും ഇവിടെ ഇതുപോലൊരു സ്പീച്ച് നിങ്ങൾ ആരും കേൾക്കാനില്ല. നിങ്ങൾ ഞങ്ങളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് അടിക്കാനല്ല, നിങ്ങളെ ഫിനിഷ് ചെയ്തിരിക്കുന്ന ലെവലിലാണ് ഇന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ ആ ഒരു സംശയം. അതൊരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഒരു കോൺഫിഡൻസ് ആണ്. ബിക്കോസ് ആ ലെവലിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു എന്നുള്ളത് ജനങ്ങളോ അല്ലെങ്കിൽ ഓപ്പോസിഷനോ അറിയാത്ത പല കാര്യങ്ങളും ഇന്ത്യൻ ആർമഡ് ഫോഴ്സിൽ നടന്നിരിക്കുന്നു DRDOയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണത്. നമ്മൾ നിൽക്കുന്ന രാജ്യത്തിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും അടി പറ്റിയാൽ പോലും നമ്മളതിനെ സമ്മതിക്കാതെ വാദിക്കുന്നിടത്താണ് നമ്മുടെ ആ ഒരു നമ്മൾ ഇന്ത്യക്കാരനാണെന്നുള്ളൊരു ഫീല്, ഒരു രാജ്യസ്നേഹം എന്ന് പറയുന്നത്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഫാനറ്റിക് ആവരുതെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഇവിടെ മോദിജി പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്കൊരു സൂചന തന്നിരിക്കുകയാണ്. ഇപ്പൊ സുദർശൻ ചക്ര ഇതെല്ലാം ഓരോരോ പേരുകൾ വരുന്ന സമയത്ത് ഇപ്പൊ ബ്രഹ്മോസ് വന്നു. ബ്രഹ്മോസിന്റെ വലിയൊരു മേജർ പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇന്ത്യ പാകിസ്ഥാനത്തെ ഈ യുദ്ധത്തിന്റെ ആ ഒരു 2-3 ദിവസത്തിനകത്ത്. ഇത്രയും പെട്ടെന്ന് വരെ അടിയറ പറയിപ്പിക്കാൻ സാധിച്ചത് ബ്രഹ്മോസിന്റെ വലിയൊരു കളി ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ഇങ്ങനെയുള്ള വെപ്പൺസ് വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യം സുരക്ഷിതമാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം.